എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പൂരിയിലൂടെയോ ചപ്പാത്തിയിലൂടെയോ കഴിക്കാൻ പറ്റുന്ന പൂരി മസാല അഥവാ പൂരി ഭാജിയുടെ റെസിപ്പിയാണ്. ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഒരു ഹോട്ടൽ സ്റ്റൈലിലാണ് നമ്മൾ ഇന്ന് ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നും നോക്കാം. വീഡിയോ കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളിപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കുമെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ജീരകമാണ്. 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. അതും ഒന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് നമുക്ക് 3/4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ്. ഇനി അതിലേക്ക് കൊത്തി അരിഞ്ഞ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരണം. ഇനി അതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 7 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്കൊരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ സവോള ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ സവോളയാണെങ്കിൽ 2 സവോള ചേർത്ത് കൊടുക്കാം. ഇനി അതും ഒന്ന് വാടി വരട്ടെ. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല. കളർ മാറരുത്. അങ്ങനെയാണെങ്കിൽ കറിയുടെ കളർ പോകും. അപ്പോൾ ഒന്ന് വാടി വന്നാൽ മതി. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ സവോള പെട്ടെന്ന് മൊരിഞ്ഞു വരും. ഉപ്പ് ആവശ്യമെങ്കിൽ പിന്നീട് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയൊരു ക്യാരറ്റായിരുന്നു. അതും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ചേർന്ന് ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഞാൻ കുക്കറിലിട്ട് ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. 6-7 വിസിലടുപ്പിച്ച് വേവിക്കണം. എന്നാൽ മാത്രമേ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അങ്ങനെ വെന്താൽ മാത്രമാണ് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഉടച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 3 ഉരുളക്കിഴങ്ങും നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ കൈ വെച്ചിട്ട് ഉടയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലൊരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഉടയ്ക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു പിടി ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ എടുത്താലും മതി. അത് ആദ്യമേ ഞാനൊന്ന് വേവിച്ച് വെച്ചതായിരുന്നു. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്ക് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ചേർത്ത് നന്നായിട്ട് ആ മസാലയുമായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു 2-3 മിനിറ്റ് അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ മസാല നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങിലേക്ക് അങ്ങ് പിടിക്കും. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളമാണ്. ഞാനൊരു 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഗ്രേവി എത്ര ലൂസായിട്ട് വേണോ അങ്ങനെ ലൂസാക്കി എടുക്കാം. പക്ഷേ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാത്രമാണ് ലൂസാക്കേണ്ടത്. പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിക്കരുത്. നമുക്കിനി ആ തവി വെച്ചിട്ട് അതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആ 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതും മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് ഈ കറി ഇരിക്കേണ്ടത്. നമുക്കൊരു 2 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തിളയൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറി ഒരുപാട് തിക്കായി പോവരുത്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് സാധാരണ പച്ചവെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം. അതോട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും വരും. നന്നായിട്ടൊരു കുറുക്കവും കിട്ടും. നന്നായിട്ടൊന്ന് കുറുകി വരും. നമുക്കതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്തു കഴിയുമ്പോഴാണ് ശരിക്കും ആ ഹോട്ടലിലെ ടേസ്റ്റിൽ ഈ പൂരി മസാല കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ഒക്കെ ഈ കറി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.